വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ 35 അധ്യായം സെയീർ പർവ്വതത്തിന്, അതായത് ഏദോം ദേശത്തിനെതിരെ ദൈവത്തിന്റെ വിധിയെക്കുറിച്ചാണ്. ഏദോം എപ്പോഴും ഇസ്രായേലിന് വൈരികളായിരുന്നു. പ്രത്യേകിച്ച് യഹൂദയുടെ നാശകാലത്ത് അവർ നിന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവം അവരുടെ മേൽ പ്രത്യേകിച്ച് വിധി പ്രഖ്യാപിക്കുന്നു. നീ ഇസ്രായേൽ പർവ്വതങ്ങൾ നശിക്കുമ്പോൾ സന്തോഷിച്ചു, അതുപോലെ ഞാൻ നിന്നെ നശിപ്പിക്കും. എസെക്കിയേൽ 35 അധ്യായം 15 തിരുവചനം. എസെക്കിയേൽ 36 അധ്യായം ഈ പുസ്തകത്തിലെ ഏറ്റവും ആശ്വാസകരമായ അധ്യായങ്ങളിൽ ഒന്നാണ്. ഇതിൽ ദൈവം ഇസ്രായേലിന്റെ പുനരുദ്ധാരണം, പുതിയ ഹൃദയം, പുതിയ ആത്മാവും, ദേശത്തിന്റെ പുനർനിർമ്മാണം, ദൈവത്തിന്റെ വിശുദ്ധനാമത്തിന്റെ മഹത്വപ്പെടുത്തൽ എന്നീ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസള ഹൃദയം നൽകും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എന്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. എസെക്കിയേൽ 36 അധ്യായം 26-27 തിരുവചനങ്ങൾ. എസെക്കിയേൽ 37 അധ്യായം ഈ പുസ്തകത്തിലെ ഏറ്റവും ശക്തിയും പ്രശസ്തിയുമുള്ള ദർശനങ്ങളിൽ ഒന്നാണ്. ഇതിൽ 2 പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര, അതായത് ഇസ്രായേലിന്റെ ആത്മീയ പുനരുദ്ധാരണം. 2 വടികൾ ഒന്നാക്കുക, അതായത് ഇസ്രായേൽ യഹൂദ സംയോജനം. ദൈവത്തിന് മരിച്ചുപോയ സാഹചര്യം എന്നൊന്നില്ല. അവൻ ഉണങ്ങിയ അസ്ഥികൾ പോലും ജീവിപ്പിക്കും. ദൈവവചനവും ദൈവാത്മാവും ഒന്നിക്കുമ്പോൾ പുതുജീവൻ സൃഷ്ടിക്കപ്പെടുന്നു. ദൈവം പ്രത്യാശയില്ലാത്തവർക്കും പുതിയ ഭാവി സൃഷ്ടിക്കുന്നു. ദൈവം വിഭജിച്ചവയെ ഒന്നാക്കുന്ന ദൈവമാണ്. യഥാർത്ഥ നേതാവ് ദാവീദിന്റെ ഇടയൻ, അതായത് ഈശോ മിശിഹ ജനത്തെ നയിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാണ് യഥാർത്ഥ അനുഗ്രഹം. എന്റെ വാസസ്ഥലം അവരുടെ മധ്യയായിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവരെന്റെ ജനവുമായിരിക്കും. എന്റെ ആലയം അവരുടെ മധ്യ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ് എന്ന് ജനതകൾ അറിയും. എസെക്കിയേൽ 37 അധ്യായം 27 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.